നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് മകരമാസം 1-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. അപ്പോൾ 30 വ്യാഴാണ്, ഭഗവാന്റെ പ്രീതിക്കായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ട് കേട്ടോ. പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നാണ് തൈപ്പൊങ്കൽ. അതായത് ഈ തമിഴരെ അവരുടെ വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ്, ഒരു ഉത്സവമാണ് ഈ പൊങ്കൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കേരളീയരെ ഇങ്ങനെ വിഷു ഒക്കെ ആഘോഷിക്കുമല്ലോ, മേടമാസത്തിലെ വിഷു എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ തമിഴരെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ തൈപ്പൊങ്കൽ എന്ന് പറയുന്നത്. അത് ഇന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇവിടുത്തെ ആഘോഷങ്ങൾ ഉത്സവങ്ങളൊക്കെ ഈ വിളവെടുപ്പുമായിട്ട് അല്ലെങ്കിൽ കൃഷി രീതിയുമായിട്ടൊക്കെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടെയും. അപ്പോൾ അവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട ദേവനെ ആരാധിക്കുന്നത്, അവിടുത്തെ കാർഷിക വിളകൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് അവിടുത്തെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതാണ് തൈപ്പൊങ്കൽ. ഈ മാർഗഴി മാസത്തിൻ്റെ അവസാനത്തെ ദിവസവും, മാർഗഴിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മാർഗഴി തിങ്കളിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ അവസാനത്തെ ദിവസവും പിന്നെ അടുത്ത മാസം അവരുടെ തൈമാസമാണ്, അതിലെ ആദ്യത്തെ 3 ദിവസവും അങ്ങനെ 4 ദിവസത്തെ ഒരു ആഘോഷമാണ് ഈ തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നത്. അതിനെ ഭോഗിപ്പൊങ്കൽ, തൈപ്പൊങ്കൽ, മട്ടുപ്പൊങ്കൽ, കാണും പൊങ്കൽ അങ്ങനെയാണ് പറയുക. ഇപ്പോൾ എന്തൊരു ആഘോഷം നടക്കുകയാണെങ്കിലും, ഇപ്പോൾ ഉത്സവം നടക്കുകയാണെങ്കിലും, ഇപ്പോൾ വിഷു, ഓണം എന്ത് തന്നെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ, അതിനെല്ലാം മുന്നോടിയായിട്ട് എല്ലാം ഇങ്ങനെ ശുദ്ധീകരിക്കും, എല്ലാം വൃത്തിയാക്കി വേണ്ടാത്തതിൻ്റെയൊക്കെ പുറത്ത് കളഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ഈ ഭോഗിപ്പൊങ്കൽ എന്ന് പറയാം കേട്ടോ. പിന്നത്തെ ദിവസമാണ്, അതായത് ഇന്നാണ് തൈപ്പൊങ്കൽ വരുന്നത്. തൈപ്പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെയുള്ളവർ ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പൊങ്കാലയിടുകയാണ്, നമ്മുടെ നാട്ടിൽ പൊങ്കാലയിടില്ലേ, അതേപോലെ തന്നെ അതായത് അരിയും നാളികേരവും ശർക്കരയും അങ്ങനെയുള്ള ഇതൊക്കെ ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പൊങ്കാലയിടും, പൊങ്കൽ തയ്യാറാക്കും. അതിനാണ് ഈ തൈപ്പൊങ്കൽ എന്ന് പറയും. അതൊക്കെ വളരെ വിശേഷപ്പെട്ട ആഘോഷങ്ങളാണ് കേട്ടോ ഈ തമിഴ്നാട്ടിൽ. പിന്നെ ഒന്നാണ് മട്ടുപ്പൊങ്കൽ. മട്ടുപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്കാണ് അവിടുത്തെ പ്രാധാന്യം. ഈ കൃഷിയുടെ ഒരു ഭാഗം തന്നെയാണ് കന്നുകാലികൾ. അപ്പോൾ അവരേനി നമ്മൾ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുന്ന ഒരു ദിവസമാണ് ഈ മട്ടുപ്പൊങ്കൽ. അവരെയൊക്കെ അലങ്കരിച്ചിട്ട് അവർക്കുള്ള പൂജകൾ, ഇപ്പോൾ ചിങ്ങമാസത്തിൽ ഇവിടെ ഗോപൂജയൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ പൂജകളൊക്കെ ചെയ്യുന്ന ആ ഒരു അനുഷ്ഠാനത്തിനാണ് മട്ടുപ്പൊങ്കൽ എന്ന് പറയാം. പിന്നെ ഒന്ന് കാണും പൊങ്കൽ. അതായത് ഇപ്പോൾ ഈ ആഘോഷങ്ങളുടെ വേളകളിലൊക്കെ നമ്മൾ ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കുക, അതായത് ആ സന്തോഷം പങ്കുവെക്കുക, അതിനെയാണ് ഈ കാണും പൊങ്കൽ എന്ന് പറയാം. ഇതിപ്പോൾ തമിഴ്നാട്ടിലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് പോകും തോറും പല സംസ്ഥാനങ്ങളിലും പല പേരുകളിലായിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ ആ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട, കൃഷി രീതിയുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ വിധത്തിലുള്ള ആഘോഷങ്ങളാണ്. ഇനി നമ്മുടെ ഈ മകരമാസം തൊട്ടിട്ട് കേരളത്തിലും അതെ ഒരുപാട് ഉത്സവങ്ങൾ ഇങ്ങനെ തുടങ്ങാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഇനി വരുന്ന മാസങ്ങളിൽ ഉത്സവമാണ്. ഇപ്പോൾ മകരമാസം, മകരം, കുംഭം, മീനം, മകരഭരണി, കുംഭഭരണി, മീനഭരണി, മകരച്ചുവ, മകരപ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിശേഷ ദിവസങ്ങൾ ഇങ്ങനെ വരാൻ പോകുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും നമ്മുടെ ഭക്തരുടെ ആ തട്ടകത്തുള്ള ദേശദേവത ഉണ്ടല്ലോ, ആ ക്ഷേത്രങ്ങളിലൊക്കെ, ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഉത്സവമൊക്കെ നടക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഉത്തരായനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നൊക്കെ ആഘോഷങ്ങളാണ്, പിന്നെ എല്ലാം ഉത്സവങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള സമയമൊക്കെയാണ് വരാനായിട്ട് പോണത്. ഇപ്പോൾ ഗുരുവായൂരാണെങ്കിലും ഉത്സവം വരാനായിട്ട് പോകുകയാണ് കേട്ടോ. അടുത്ത മാസമാണ് കൊടിയേറ്റ്, 28-ാം തീയതിയാണ് കൊടിയേറ്റ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉത്സവങ്ങളുടെ ഒരു സീസണാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു കാലഘട്ടമൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അതിൻ്റെ തുടക്കമാണ് ഈ ഒരു മകരമാസം, ഈ ഒരു 1-ാം തീയതി ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും മകരമാസത്തിൻ്റെ, അതായത് 1-ാം തീയതിയുടെ ആശംസകൾ ഞാൻ സന്തോഷത്തോടു കൂടി ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ ഉത്സവങ്ങളൊക്കെ നന്നായി തന്നെ പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും മനസ്സിലും നന്മയുണ്ടാക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, എല്ലാവരും ഇപ്പോൾ ഒരു കുടുംബത്തിലുള്ള ഒരു ഐക്യം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു നാടിൻ്റെ ഒരു ഐക്യം, അതൊക്കെ നമുക്ക് ഈ ഉത്സവങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ആ ഒരു ദേശദേവതയുടെ ആഘോഷത്തിൽ എല്ലാവരും കൂടി പങ്കെടുക്കുക, അതൊക്കെ വളരെ എന്താ പറയുക, നമ്മൾക്കത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഉത്സവം വരികയാണ്. ഇപ്പോൾ ഇവിടെ ഗുരുവായൂർ ഉത്സവം വന്നു കഴിഞ്ഞാൽ ആ പരിസരത്തുള്ളവർക്കൊക്കെ അവരുടെയൊക്കെ ഒരു മനോഭാവം എന്തായിരിക്കും, അവിടെ ശരിക്കും
എന്താണ് നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത്രയും സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും ആ ഒരു ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അത് ശരിക്കും അനുഭവിച്ചറിയുന്നത് വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വരാനായിട്ട് പോകുകയാണ്. ഈ മകരമാസം 1-ാം തീയതിയോട് കൂടിയിട്ട് ആഘോഷങ്ങൾ ഇങ്ങനെ തുടങ്ങാനായിട്ട് പോകുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യം ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം, ഭഗവതി അമ്മയുടെ, അയ്യപ്പൻ്റെ, ഗണപതിയുടെയൊക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു കഥ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. നമ്മുടെ ഗുരുവായൂരപ്പനെ ഇന്നലെ കൂർമാവതാര രൂപത്തിലായിരുന്നു കേട്ടോ ശ്രീലകത്ത് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇന്നലെ പിന്നെ സോപാനം തൊഴിലായിരുന്നു. അപ്പോൾ ഭഗവാനെ അടുത്ത് നിന്ന് കാണാനായിട്ടും സാധിച്ചു. പൊതുവെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ. അതുകൊണ്ടാണ് സോപാനം തൊഴിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചത്. അപ്പോൾ നന്നായി അടുത്ത് കാണാനായിട്ടും സാധിച്ചു കേട്ടോ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണം നല്ല പിങ്ക് നിറത്തിലുള്ള താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു അടുത്തൊരു തിരുമുടി മാല. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തുളസി, പിന്നെ താമര, പിന്നെ തെച്ചി, പിന്നെ താമര തുളസി. അതായത് കുറച്ച് തുളസിയുടെ ഉള്ളിൽ കുറച്ച് താമര, അതിന് നടുക്ക് തെച്ചി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കോർത്തിരിക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മാല കാണാനായിട്ട്. പിന്നെ ഒരു മാലയിൽ താമരയുടെ ഇതളും, ഇത് എല്ലാം പിങ്ക് തന്നെയാണ്. പിങ്ക് താമരയുടെ ഇതളും പിന്നെ തുളസിയും കൂടിയിട്ടാണ് രണ്ടാമത്തേത്. അങ്ങനെ മാറി മാറി കോർത്തിരിക്കുകയാണ് രണ്ടാമത്തെ ഉണ്ടമാലയിൽ. അതിന് നടുക്കാണ് കൂർമാവതാര രൂപത്തിൽ, അതായത് അരയ്ക്ക് കീഴ്പോട്ട് കൂർമ്മത്തിൻ്റെ രൂപത്തിലും മുകളിലോട്ട് മഹാപ്രഭുവായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു കൂർമാവതാരം കേട്ടോ. നല്ല ചെറിയ രീതിയിലാണ് അദ്ദേഹമൊക്കെ നല്ല ചെറുതായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പൊന്നിൻ കിരീടമൊക്കെ അണിഞ്ഞിട്ടുണ്ട്, നെറ്റിയിൽ ഗോപീതിലകുണ്ട്, നല്ല ഭംഗിയിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിന്നെ കാതുപൂക്കളൊക്കെ ഉണ്ട്, മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെയാണ് അണിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 തൃക്കൈകളൊക്കെ ഉണ്ട്, ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് അരയ്ക്ക് താഴ്പോട്ട് കൂർമ്മത്തിൻ്റെ രൂപത്തിലാണ് ആ പുറത്തോട്ടൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കാലുകളൊക്കെ കാണാട്ടോ, കൂർമ്മത്തിൻ്റെ കാലുകൾ, തലയൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. പൊതുവെ ചെറിയൊരു രൂപത്തിലാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞു ദേഹം, ഒരു കുഞ്ഞു മുഖം, പിന്നെ കുഞ്ഞു കൈകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക കൗതുകം. ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് നിൽക്കണമെന്ന് തോന്നുന്നു. അതാണ് അങ്ങനെ കുഞ്ഞു രൂപത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന കൂർമാവതാര രൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ കൂർമാവതാരം പൂർത്തിയായിട്ട് ശ്രീലകത്ത് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുതിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ. ഗണപതി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരമൊക്കെ കാണാനായിട്ട്. ഉടയാടയിൽ 2 നിറം ഉണ്ടായിരുന്നു. ചുവടെയായിട്ട് മഞ്ഞയും പിന്നെ മുകളിലായിട്ട് കറുപ്പുമാണ്. അതിൽ നിറയെ കസവിൻ്റെ തിളക്കത്തോട് കൂടിയിട്ടായിരുന്നു കേട്ടോ ഈ 2 നിറത്തിലുള്ള ഉടയാടകളും ഉണ്ടായിരുന്നത്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഈ അരഭാഗത്തായിട്ടാണ് അണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഈ തുമ്പിക്ക് ചുറ്റുമായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നേരെ കഴുത്തിലായിട്ട്. അങ്ങനെ 3 മാലകൾ ഗണപതി അണിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നെറ്റിയിൽ ഒരു പൊട്ടിന് പകരമായിട്ട് ഈ മഴത്തുള്ളി, ചുവന്ന മഴത്തുള്ളി തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു കമ്മലുണ്ടല്ലോ, അതാണ് നെറ്റിത്തടത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ കിരീടമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. അതിങ്ങനെ തട്ടുകളായിട്ടാണ് ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് ചുവന്ന പട്ടുകൊണ്ടും വെളുത്ത നൂല് കൊണ്ടും ഒക്കെയുള്ള നല്ല ഭംഗിയിൽ ഇങ്ങനെ ആ വര പോലെ തന്നെ ആ തട്ടുകൾക്കൊപ്പം തന്നെ വെച്ചിട്ടുള്ള ഒരു അലങ്കാരം. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അപ്പോൾ കിരീടത്തിൻ്റെ ഭാഗമൊക്കെ നല്ല ചന്തത്തിൽ കാണുന്നുണ്ടായിരുന്നു. 3 മാലകളൊക്കെ അണിഞ്ഞതുകൊണ്ട് നല്ല ചന്തത്തിലാണ് ഗണപതി ഇന്നലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗണപതിയുടെ രൂപം എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏറ്റുമുട്ടോളൂ. ഇനി നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ. അതിസുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. ചുവപ്പ് നിറത്തിലാണ് ഉടയാട. പക്ഷെ അത് വളരെ കുറച്ചേ കാണാനുള്ളൂ. ഞാൻ ഏതാണ് ഉടയാടാന്ന് കുറച്ചു നേരം നോക്കിയപ്പോഴാണ് അത് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. കാരണം ഈ മടിയുടെ ഭാഗത്തൊക്കെ ആയിട്ടേ നിറയെ പൂക്കൾ കൊണ്ട്, അതായത് പുഷ്പാഞ്ജലിയും ചെയ്തിട്ടുണ്ട്, മാലകളും അണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉടയാടയൊന്നും കാണാതെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭൂരിഭാഗവും കാണുന്നില്ല. നന്നായി ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കുറച്ചൊരു ചുവന്ന പട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചുവന്ന പട്ടെടുത്തിട്ടാണ് നമ്മുടെ ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. കഴുത്തിൽ 4 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു രൂപമാണ്. അപ്പോൾ ഇങ്ങനെ മാലകളൊക്കെ അടുപ്പിച്ച് അണിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ടേ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് കോർത്തിട്ടുള്ള ഒരു മുല്ലപ്പൊട്ട് മാല പോലെയാണ് തോന്നിയത് കേട്ടോ. അതാണ് ഏറ്റവും ചുവടെ അണിഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ആലിലകൾ കൊണ്ടുള്ള ഒരു മാലയുണ്ട്. പിന്നെ വേറൊരു മാല, പിന്നെ ഒരു പച്ച ലോക്കറ്റുള്ള ഒരു കുഞ്ഞുമാല. അങ്ങനെ മാലകൾ ഇങ്ങനെ കഴുത്തിൽ അടുപ്പിച്ച് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്.
പിന്നെ കാതുകളിലെ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ട് നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാട്ടോ ഭഗവതിയമ്മയുടെ ചുണ്ടുകളൊക്കെ. അത് നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട്. കണ്ണുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണമണി അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ചെറിയൊരു സ്വർണ്ണപ്പൊട്ട്, അതിന് മുകളിൽ ചെറിയൊരു സ്വർണ്ണഗോപി, അങ്ങനെയാണ് നെറ്റിയിലുണ്ടായിരുന്നത്. പിന്നെ കിരീടമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതും ഇങ്ങനെ മാല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സ്വർണ്ണമണികൾ കൊണ്ടുള്ള ഒരു മാലയാണ്. അതൊരു കിരീടം പോലെ ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ കശുമാല ഉണ്ടല്ലോ എന്ന് വെക്കാറുള്ളത്, ആ കശുമാല ഇങ്ങനെ വൃത്താകൃതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കിരീടം പോലെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്വർണ്ണമണികളുണ്ടല്ലോ അത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചന്തമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആഭരണങ്ങളിലൊക്കെ ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു. അപ്പോൾ ഭഗവതി അമ്മയുടെ ആ സന്തോഷമുള്ള ആ പുഞ്ചിരിക്കുന്ന മുഖം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പൻ നല്ല സന്തോഷത്തിലാണ്, നല്ല മകരവിളക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട്. നന്നായി വായ തുറന്ന് ചിരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം തോന്നും. നമുക്കും മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വരും. അത്ര സന്തോഷത്തിലാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല സ്വർണത്തിൻ്റെ പ്രിന്റുകളൊക്കെ അതോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉടയാടയാണ്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ഒരു സ്വർണ്ണ നിറത്തിലൊരു മാല, പിന്നെ നല്ല നല്ല ഇങ്ങനെ വീതിയുള്ള ഒരു കാശുമാല. ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു കാശുമാലയാണ്. അത് തുടങ്ങിയിരിക്കുന്നത് ഈ കാതുകളുടെ അവിടെ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാതിലുള്ള കമ്മലില്ല, പകരമായിട്ട് അവിടെ നിന്നാണ് ഈ മാല തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്മൽ കുറച്ച് മുകളിലായിട്ട് വെച്ചിരിക്കുന്നത്. പൊട്ടുകളാണ്, സ്വർണ്ണ പൊട്ടുകൾ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുഞ്ചിരിയൊന്നും അല്ല, ചെറിയ ചിരിയൊന്നും അല്ല, നല്ല സന്തോഷത്തോട് കൂടിയിട്ട് വായ തുറന്നിട്ട് തന്നെയാണ് കേട്ടോ അയ്യപ്പൻ ചിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു കിരീടമുണ്ട്, ഒരു സ്വർണ്ണ നിറത്തിലൊരു കിരീടമുണ്ട്, അതും ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷവാനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. എല്ലാവരും അയ്യപ്പൻ്റെ ഒരു മുഖം, ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനിയൊരു കഥ പറയാട്ടോ. നമ്മുടെ ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടല്ലോ, അവരിങ്ങനെ കിടന്നിട്ട് ആലിലയിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു രൂപം വിരലുണ്ണില്ലേ, തള്ളവിരൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കഥയാണ്. യുവനാശ്വൻ എന്ന പേരായിട്ടുള്ള ഒരു രാജാവുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് 10,000 ഭാര്യമാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജാവാണ്. പക്ഷേ കുട്ടികളില്ല. ഇത്രയും ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജാവിന് നല്ല സങ്കടമായി. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത്, എല്ലാവരും വിളിച്ചു വരുത്തി. അപ്പോൾ മഹർഷിമാരും ഋത്തിക്കുകളും ഒക്കെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, രാജാവ് സങ്കടപ്പെടുന്നു വേണ്ട, ഞങ്ങൾ അതിന് പരിഹാരം കണ്ടോളാം, ഞങ്ങൾ ഒരു യാഗമൊക്കെ നടത്താം. ഈ പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തില്ലേ, അതേപോലെ തന്നെ യാഗമൊക്കെ നടത്താം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അങ്ങേക്ക് തീർച്ചയായിട്ടും ഒരു പുത്രൻ ജനിക്കും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ രാജാവിനും സമാധാനമായി, സന്തോഷമായി, യാഗമൊക്കെ നടത്താം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്തായാലും ഈ കൊട്ടാരത്തിൽ വെച്ചിട്ട് യാഗം നടത്തണ്ട, അപ്പോൾ യാഗമൊക്കെ ഇല്ല, നമുക്ക് കാട്ടിലൊക്കെ പോയിട്ട് നടക്കാം. അത് രാജാവിൻ്റെ ഒരു ചിന്തയാണ്, കാട്ടിൽ പോയിട്ട് നടത്താം എന്ന് രാജാവ് പറഞ്ഞു. പിന്നെ രാജാവിൻ്റെ ആജ്ഞയാണല്ലോ, ആജ്ഞാപിച്ചിട്ടല്ല പറയുന്നതെങ്കിൽ കൂടിയിട്ട് രാജശാസ്ത്രനാണല്ലോ. അതുകൊണ്ട് എന്നാൽ ശരി, കാട്ടിൽ പോയിട്ടാകാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ കാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ക്ഷണിച്ചു വരുത്തിയ എല്ലാവരും ഋത്തിക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പത്നിമാരുണ്ട്, പരിചാരകർ. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കൂടിയിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് ആ ഒരു പർണശാലയൊക്കെ തീർത്തു, യാഗശാലയൊക്കെ തീർത്തു. അങ്ങനെ അവിടെ താമസിച്ചിട്ട് യാഗമൊക്കെ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. പിന്നെ രാജാവാണല്ലോ, ഒന്നും കുറവുണ്ടായിരിക്കില്ല, എല്ലാം നല്ല ഭംഗിയായിട്ടാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുകയാണ് എല്ലാവരും. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ രാജാവിന് പെട്ടെന്നൊന്ന് ദാഹിച്ചു കേട്ടോ. വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചു. അപ്പോൾ ഇത് കൊട്ടാരത്തിലെ പോലെ ഒന്നും അല്ല, കാടല്ലേ, ഇരുട്ടല്ലേ, അപ്പോൾ അധികം വെളിച്ചമൊന്നും ഉണ്ടായിരിക്കില്ല. കൊട്ടാരത്തിലാണെങ്കിൽ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇദ്ദേഹത്തിന് അങ്ങനെ എല്ലാം കൃത്യമായിട്ട് കാണണമൊന്നുമില്ല. പിന്നെ എല്ലാവരും കിടന്നുറങ്ങില്ലേ, ഇത്ര അധികം പത്നിമാരൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ കൂടെ അവരെയൊന്നും വിളിക്കണ്ട, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് രാജാവ് വിചാരിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ തപ്പിത്തടഞ്ഞ് എണീറ്റിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് വെള്ളം വേണമല്ലോ കുടിക്കാനായിട്ട്. പോകുമ്പോൾ അവിടെ ഒരു കലശത്തിലെ ഒരു കുടത്തിലെ വെള്ളമുണ്ട്, അതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിരിക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ദാഹിച്ച് വലഞ്ഞിട്ടുള്ള രാജാവാണ്, വേഗം അതെടുത്ത് കുടിച്ചു, അത് അവിടെ തന്നെ മൂടി വെച്ചു. എന്നിട്ട് അദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തു, എല്ലാം സാധാരണ പോലെ എല്ലാവരും വന്നു, ഋത്തിക്കുകളൊക്കെ വന്നു. അവർ വന്നിട്ടുണ്ടോ, എല്ലായിടത്തും ഇങ്ങനെ എന്തൊക്കെയോ പോയ പോലെ ഇങ്ങനെ തിരഞ്ഞു നോക്കണം. തെരച്ചിൽ, അവിടെയാണോ വെച്ചേ, ഇവിടെയാണോ വെച്ചേ, ഇതല്ല അതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ സെർച്ചിങ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ രാജാവ് വിചാരിച്ചു, എന്താണാവോ ഇപ്പോൾ പോയത് എന്ന് രാജാവ് ഇതിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഈ തിരഞ്ഞു നോക്കണത് എന്ന് ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞേ, അല്ല രാജാവേ, ഞങ്ങൾ ഇവിടെ ഒരു കലശം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. വെള്ളം അതെന്തിനാന്ന് ചോദിച്ചു. അത് ഞങ്ങൾ അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾ യാഗമൊക്കെ ചെയ്തിട്ട് അതിൽ ആ യാഗത്തിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ടുള്ള അനുഗ്രഹം അത് ആ കുടത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങയുടെ രാജ്ഞിക്ക് കൊടുക്കാനായിട്ട് വെച്ചതായിരുന്നു, അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി താനാണ് അതെടുത്ത് കുടിച്ചതെന്നുള്ളത്. ദാഹം വന്നപ്പോഴേ അപ്പോൾ പറഞ്ഞു, അയ്യോ ഞാനതെടുത്ത് കുടിച്ചു പോയില്ലോ, എനിക്ക് ദാഹം വന്നപ്പോൾ ഞാൻ രാത്രി അതെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞു. അസലായി, നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, അങ്ങേക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞത്, ഇനി അങ്ങ് പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ? അതെ, അങ്ങയുടെ രാജ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നതല്ലേ, അത് ഇന്ന് രാവിലെ വന്നിട്ട് എടുത്ത് കൊടുക്കണം, കുടിപ്പിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങ് ഇത് ഇന്ന് രാത്രി തന്നെ എടുത്ത് കുടിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അങ്ങേക്ക് ഗർഭിണിയാകും, അപ്പോൾ പിന്നെ അങ്ങ് പ്രസവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ രാജാവിന് ഗർഭാലസ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി, അദ്ദേഹത്തിൻ്റെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരാനായിട്ട് തുടങ്ങി. രാജാവും വിചാരിച്ചു ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ഉണ്ടാകുക എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കണതേ. അദ്ദേഹത്തിൻ്റെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നത് കണ്ടപ്പോൾ അപ്പോൾ വൈദ്യന്മാരെയൊക്കെ വിളിച്ചു, സ്വാഭാവികമായിട്ടും കൊട്ടാരം വൈദ്യന്മാരെയൊക്കെ വിളിച്ചു. അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ വയറ്റിലേ കുട്ടിയാണെന്ന് പറഞ്ഞു. കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഗർഭണൻ അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി. പക്ഷെ എന്താ ചെയ്യുക, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, അദ്ദേഹം അത് കുടിച്ചത് കൊണ്ടല്ലേ രാജ്ഞിമാർക്ക് കൊടുക്കേണ്ടത്, അദ്ദേഹം കുടിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, എന്തായാലും 10-ാം മാസമായി കഴിഞ്ഞാൽ പ്രസവിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു 10,000 പത്നിമാരൊക്കെ ചേർന്നിട്ട് ഗംഭീര ഗർഭ ശുശ്രൂഷ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് സ്ത്രീകൾക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹവും അനുഭവിക്കുന്നുണ്ടേ, കുട്ടി ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ 10 മാസമായി പ്രസവിക്കേണ്ട സമയമായി. ഇദ്ദേഹത്തിനുണ്ടോ പ്രസവിക്കാനായിട്ട് സാധിക്കണോ? പുരുഷന്മാരല്ലേ, സാധിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ആകെ വേദനയായി, ബഹളായി, നിലവിളിയായി. അങ്ങനെ കുറേ പേരൊക്കെ പിന്നെയും വന്നു. എന്നിട്ട് മിണ്ടാതെ അവിടെ കിടക്ക് എന്ന് പറഞ്ഞു രാജാവിൻ്റെ അടുത്ത്. എന്നിട്ട് രാജാവിന് ആദ്യത്തെ സിസേറിയൻ, ഏറ്റവും ആദ്യം സിസേറിയൻ നടത്തിയത് യൂനാശ് എന്ന് പറഞ്ഞ രാജാവിനാന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന് സിസേറിയൻ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പാർശ്വഭാഗം ാണ് പുറത്തേക്ക് എടുത്തത്. അതായത് വയറിന്ന് പുറത്തേക്ക് എടുത്തെന്നും പറയുന്നുണ്ട്, വയറ് കീറിയിട്ടാണെന്നും പറയുന്നുണ്ട്, തുട കീറിയിട്ടാണെന്നും പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനെ പുറത്തെടുത്തു. അവസാനം നല്ലൊരു ആൺകുട്ടി. അങ്ങനെ കുഞ്ഞിനെല്ലാവരും കണ്ടു, എല്ലാവർക്കും നല്ല സന്തോഷമായി. അപ്പോഴാണ് അടുത്ത അപകടം വരുന്നത്. ഈ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ, രാജാവിന് പാല് കൊടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും അതിലേറെ വിഷമായി. കുട്ടിയാണെങ്കിൽ നല്ല കരച്ചില്, ഈ കുട്ടി കരച്ചില് നിർത്തണില്ല, വായടക്കണില്ല, അതിന് വിശക്കുന്നുണ്ടേ, അതിന് ഉറക്കം വരുന്നുണ്ട്, അപ്പം അതിന് പാല് കുടിക്കണ്ടേ. അപ്പോൾ ഈ കരച്ചില് ദേവേന്ദ്രൻ കേട്ടു. കാരണം ഈ യാഗമൊക്കെ സമർപ്പിക്കുന്നത് ദേവേന്ദ്രനാണല്ലോ. അപ്പോൾ അതെല്ലാം ദേവേന്ദ്രൻ ഒന്ന് കാണുന്നുണ്ടേ. ഈ കുട്ടിയുടെ കരച്ചില് സഹിക്കാൻ പറ്റണില്ല ദേവേന്ദ്രന്. അങ്ങനെ ദേവേന്ദ്രൻ വന്നു, ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊന്ന് നിർത്തണം, ഇതിനെന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ ആയിട്ട്. അങ്ങനെ അമൃതമായിട്ടാണ് ദേവേന്ദ്രൻ വന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയാണെങ്കിലോ ആര് കൂട്ടിയിട്ട് കൂടണില്ലേ, അതുകൊണ്ടാണ് ഈ അമൃതമൊക്കെ ആയിട്ട് ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള രീതിയിൽ ദേവേന്ദ്രൻ എത്തിയത്. അപ്പോഴും കുട്ടി നല്ല കരച്ചില്ല. അപ്പോൾ ദേവേന്ദ്രൻ എന്താ ചെയ്തെന്നറിയോ, ഈ അമൃതിലെ തൻ്റെ തള്ളവിരലിങ്ങനെ മുക്കി, എന്നിട്ട് അത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ കുഞ്ഞിങ്ങനെ നല്ല രസമായിട്ട് അതിങ്ങനെ നുണഞ്ഞിറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വിരലിങ്ങനെ വായിന്ന് എടുത്തപ്പോൾ കുഞ്ഞ് പിന്നെയും കരയാനായിട്ട് തുടങ്ങി. അങ്ങനെ പിന്നെയും ഈ തള്ളവിരൽ അമൃതിൽ മുക്കിയിട്ട് അത് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പോഴും അത് നല്ല രസമായിട്ട് ഇങ്ങനെ രുചിയോട് കൂടിയിട്ട് ഇങ്ങനെ നുണഞ്ഞിറക്കുക. പിന്നെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി കുഞ്ഞ്. അങ്ങനെ ഈ വിരൽ പിന്നെയും വലിച്ചെടുത്തപ്പോൾ കുഞ്ഞ് ഉണർന്നിട്ട് പിന്നെയും കരച്ചിലോട് കരച്ചില്. അപ്പോൾ ദേവേന്ദ്രൻ തന്നെ തോന്നി ഇനിയിപ്പോൾ ഉണരുമ്പോൾ ഈ വിരലിങ്ങനെ വെച്ച് കൊടുക്കണ്ടേ, അപ്പോൾ ഈ അമൃതിൽ ഇങ്ങനെ മുക്കിയിട്ട്, അപ്പോൾ ഈ ഫുൾ സമയവും ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ടി വരുമോ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട്, അങ്ങനെയൊക്കെ ഒരു ചിന്ത ദേവേന്ദ്രന് വന്നു. അപ്പോൾ ഇതിനൊരു എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഭയം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെയാണ് ദേവേന്ദ്രൻ ചെയ്യാണ്, ഈ തള്ളവിരലിന് പകരമായിട്ട് ഈ കുഞ്ഞിൻ്റെ തള്ളവിരൽ എടുത്തിട്ട് ഈ അമൃതിൽ മുക്കി, എന്നിട്ട് അത് കുഞ്ഞിൻ്റെ വായിലൊന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഈ കുട്ടി നല്ല രസമായിട്ട് ഈ വിരൽ ഇങ്ങനെ നുണഞ്ഞിട്ട് ഇറക്കുക കേട്ടോ. അന്ന് മുതലാണെന്ന് കുട്ടികൾ ഇങ്ങനെ വിരൽ കുടിക്കാനായിട്ട് തുടങ്ങിയത്. അത് ഇവരിങ്ങനെ വായിൽ വെച്ച് കുടിക്കുന്ന സമയത്തെ അമൃതാണ് ഈ നുണഞ്ഞിറക്കുന്നതെന്നാണ് ഈ കുട്ടികളുടെ വിചാരം. അതാണ്
ഇപ്പോഴും അവരിങ്ങനെ ചില കുട്ടികൾ കണ്ടിട്ടുണ്ടോ ശുക്രനൊക്കെ കുറേ നാളിങ്ങനെ വിരലൊക്കെ കുടിച്ചിരുന്നു. അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വിരൽ കുടിച്ചുകൊണ്ടിരിക്കണതിന് പുറകിൽ ഈ ഒരു കഥ പറയാറുണ്ട് കേട്ടോ. അതേ യുവനാശം എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ഗർഭം ധരിച്ചിട്ട് പ്രസവിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇന്ദ്രൻ അമൃത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അമൃതാണ് എന്നുള്ള ആ ഒരു വിചാരത്തിലാണ് കുട്ടികൾ ഇങ്ങനെ വിരൽ കുടിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഈ കുഞ്ഞിനൊരു പേരും ഇട്ടു, മാന്ധാതാവ് എന്നാണ് പേര് കേട്ടോ. മാന്ധാത എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മാന്ധാതാവ് എന്നുള്ള ഒരു പേര് ഇട്ടിരിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ വളർന്നു രാജാവൊക്കെയായി ആ കഥയൊക്കെ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചെറിയ കുട്ടികൾ വിരൽ കുടിക്കുന്നതിന് പുറകിലുള്ള ഒരു കഥയാണ്. അമൃത് കുടിക്കുക എന്നാണ് എല്ലാ കുട്ടികളുടെയും വിചാരം. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ അറിവുകളും കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.